നമ്മളിൽ ഭൂരിഭാഗം പേരും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എന്താണ് സക്സസ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നത് ഒരുപാടധികം പണം സമ്പാദിക്കണം, റിച്ചായിട്ട് ജീവിക്കണം, റിച്ച് ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ആളുകളുമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ പലപ്പോഴും പലരുടെയും മനസ്സിലേക്ക് പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയോ ഒക്കെ ആയിരിക്കും. എന്നാൽ പലരും മറന്നു പോകുന്ന അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. എന്തിനാണ് നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസ് എന്നതിനെപ്പറ്റി പലർക്കും വലിയ ധാരണയില്ല എന്നതാണ് സത്യം. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റ് പറയുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് യു ക്യാൻ മേക്ക് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യുവർ സെൽഫ്. ദ മോർ യു ലേൺ ദ മോർ യു ഏൺ എന്നാണ്. എന്നാൽ ഇപ്പോഴും പലർക്കും സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി വലിയൊരു ഐഡിയ കിട്ടിക്കാണില്ല. എങ്ങനെയാണ് നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമുക്ക് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന 4 വഴികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് പ്രാക്ടീസ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സ്റ്റോപ്പ് സേയിങ് യെസ് ടു യൂസ്ലെസ് തിങ്സ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു സ്കില്ലാണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ്. നമ്മൾ കൂടുതൽ സമയവും മറ്റുള്ളവരുമായി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയം നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കാനും സാധിക്കും. ഇതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെ പറ്റിയും എല്ലാം തന്നെ കൂടുതൽ ഡീപ്പറായിട്ട് ചിന്തിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഇടയിൽ ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആളുകൾക്ക് സമയമില്ല എന്ന ഒരു എക്സ്ക്യൂസാണ്. പലപ്പോഴും നമ്മൾക്ക് സ്വയം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാടധികം സമയം പാഴാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവയോട് യെസ് പറയുന്നത് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ആ യെസ് പറയുന്നത് ഒഴിവാക്കുക. അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ മീ ടൈം കണ്ടെത്തുക, കൂടുതൽ ഇൻട്രോസ്പെക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇൻട്രോസ്പെക്ഷനെ വളരെയധികം സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദിവസവും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനായി മാറ്റിവെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ലേൺ എ ന്യൂ ലാംഗ്വേജ്. സാധാരണയായി ഒരു കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ പൊതുവിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻ്റർവ്യൂ പാസ്സാവുക എന്നത്. പലപ്പോഴും കേരളത്തിനകത്തുള്ള ജോലികളൊക്കെ ലഭിക്കാൻ മലയാളത്തിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതിയാകും. എന്നാൽ കേരളത്തിന് പുറത്ത് ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം സാലറിയുള്ള ജോബൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ വില്ലനായി വരുന്നത് ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന കാര്യമാണ്. നമുക്ക് കോളേജ് സമയത്തൊക്കെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജോലി ലഭിക്കാൻ നമ്മുടെ ഇൻ്റർവ്യൂ പാസ്സാവേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ഇൻ്റർവ്യൂസ് ഇംഗ്ലീഷിലൊക്കെ ആവുന്നത് കാരണം തന്നെ പലർക്കും ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിലുള്ള നമ്മുടെ പരിചയക്കുറവും അതുപോലെ കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ആയിരിക്കാം. ഇത്തരത്തിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ അറിയാത്തതുകൊണ്ട് മാത്രം ജോലികൾ നഷ്ടപ്പെട്ട അനുഭവം പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പുതിയൊരു ഭാഷ പഠിക്കുന്നത് തീർച്ചയായും ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് ടേക്ക് കോഴ്സസ് ടു ബിൽഡ് സ്കിൽസ്. ഇന്നത്തെ കാലത്ത് വെറും ഒരു കോളേജ് ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് ഒരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ അതിന് ഉതകുന്ന നോളജ് ലഭിക്കാനോ ഒന്നും സാധ്യമല്ല. എന്നാൽ ഇന്നത്തെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു വിഷയത്തെപ്പറ്റിയും എത്ര ആഴത്തിലുള്ള അറിവും ഒരു വിരൽത്തുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള വിഷയങ്ങളിൽ ഒരുപാടധികം ഓൺലൈൻ കോഴ്സസ് ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള കോഴ്സസ് ചെയ്യാനായി ശ്രമിക്കുക, കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായി ശ്രമിക്കുക. നാലാമത്തേത് ഫൈൻഡ് എ മെൻറ്റോർ. പലപ്പോഴും നമ്മുടെ സക്സസ്സിലേക്കുള്ള ജേണി എന്ന് പറയുന്നത് കുറേയധികം കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതായിരിക്കും. എന്നാൽ പലരും ഈ കഷ്ടതകളൊന്നും സഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ അവരുടെ ജേണി പകുതിക്ക് വെച്ച് തന്നെ ഗിവ് അപ്പ് ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസും ഒരു ഡയറക്ഷനും ഒരു സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് സക്സസ്ഫുൾ ആകാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ
ഗൈഡൻസും ഡയറക്ഷനും സപ്പോർട്ടും ഒക്കെ നൽകുന്നവരെയാണ് മെൻറ്റോഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു മെൻറ്റോർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ജേണി വളരെയധികം എളുപ്പമായിരിക്കും. എന്നാൽ ഒരു മെൻറ്ററിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വഴി കാണിച്ചു തരുന്ന ഒരു മെൻറ്ററെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജേണിയിൽ പൂർണ്ണമായും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്റേഴ്സിനെ ഒരല്പം കഷ്ടപ്പെട്ടാണെങ്കിലും തേടി കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വളരെ മികച്ചൊരു വഴികാട്ടിയായിട്ട് മാറുന്നതാണ്. സോ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായകമായിട്ടുള്ള 4 വ്യത്യസ്തമായ വഴികളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവ 4ഉം നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ നമുക്ക് സാധിക്കുന്നതാണ്.